വെറും പച്ചവെള്ളം ഒഴിച്ചിട്ട് വിതരണം ചെയ്യുമ്പോൾ അതെല്ലാം മുന്തിരിച്ചാറായി മാറുക. ഈ വലിയ അത്ഭുതം ഈശോ പ്രവർത്തിച്ചു. ഈ അത്ഭുതത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രണ്ട് ചിന്തകൾ പങ്കുവെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമത്തെ ചിന്ത മാതാവ് തരുന്ന ചിന്തയാണ്. രണ്ടാമത്തെ ചിന്ത ഈശോ തരുന്ന ചിന്തയാണ്. മാതാവ് തരുന്ന ചിന്ത എന്താണെന്നറിയാവോ? മാതാവിന് എന്ത് കാര്യം വല്ലവരുടെ വീട്ടിലെ കല്യാണത്തിന് വീഞ്ഞ് തികയാതെ വന്നാൽ? പക്ഷെ അങ്ങനെയല്ല മാതാവ് ചിന്തിച്ചത്. മറ്റുള്ളവരുടെ പ്രശ്നം സ്വന്തം പ്രശ്നമായി കണ്ടുകൊണ്ട് അതിലിടപെട്ട് അത് തീർക്കാനായിട്ട് പരിശ്രമിക്കുന്ന മനോഭാവത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് മാതാവ് കാനായിലെ ഈ കല്യാണ വിരുന്നിൽ നമുക്ക് നൽകുക. മാതാവിന് എന്ത് പ്രകാരമുണ്ട്? അവിടുത്തെ വീഞ്ഞ് തികയാതെ അത് കുടുംബനാഥൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയല്ല. ആ കുടുംബനാഥന് വേറെ ആൾക്കൊരു പ്രയാസം വരുമ്പോൾ അത് എൻ്റെ പ്രശ്നമായിട്ട് കണ്ടു മാതാവ്. വേഗം ഈശോയുടെ അടുത്ത് പോയി പറഞ്ഞു, ഒന്ന് ശരിയാക്കി കൊടുക്ക്, അവിടെ വീഞ്ഞില്ല. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അവരെ സഹായിക്കാനുള്ള മനോഭാവം, അത് എൻ്റെ വിഷമമായിട്ട് മാറണം. അത് മറ്റുള്ളവരുടെ വിഷമങ്ങൾ എൻ്റെ വിഷമമായിട്ട് മാറണം. ഞാൻ അതിനെ പരമാവധി അത് തീർക്കാനായിട്ട് ഞാൻ സഹായിക്കുന്ന മനോഭാവത്തിലേക്ക് വരണം. അതാണ് മാതാവ് ഈ കാനായിൽ വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതം വഴിയായിട്ട് നമുക്ക് നൽകുന്ന സന്ദേശമെന്നാണ് ഞാൻ നോക്കി കാണുക. രണ്ടാമതായിട്ട് ഈശോ തരുന്നൊരു സന്ദേശമുണ്ട്. എന്തെന്നറിയാവോ? ഈ അത്ഭുതത്തെക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ നോക്കിക്കാണുന്ന ഒരു കാര്യമുണ്ട്. ഈശോയുടെ മനോഭാവം. 6 യഹൂദന്മാര് ശുദ്ധീകരണത്തിനായിട്ട് വെള്ളം നിറച്ച് വെക്കാറുള്ള 6 കൽഭരണികളാണ് വെള്ളം നിറയ്ക്കാൻ പറഞ്ഞത്. അവരുടെ നിയമാനുഷ്ഠാനത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന കൽഭരണികളാ. അവിടെ പരസ്നേഹത്തിന്റെ വീഞ്ഞാക്കി മാറ്റിയതിനെ, നിയമത്തിന്റെ വെള്ളം പരസ്നേഹത്തിന്റെ വീഞ്ഞാക്കി മാറ്റുന്ന ഈശോ. ഹി റീപ്ലേസ്ഡ് ലോ വിത്ത് ലവ്. കണ്ടോ? നിയമത്തെ സ്നേഹം കൊണ്ട് മാറ്റിമറിക്കുന്ന ഈശോയുടെ മനോഭാവം. നമ്മളൊക്കെ നിയമത്തെ പിടിച്ചു നിൽക്കുകയാണ്. നിയമം, നീ അത് ചെയ്തോ, നീ അത് ചെയ്യേണ്ടതല്ലേ, എപ്പോഴും നിയമമാണ് നമ്മുടെ കയ്യിൽ. ഈശോ നിയമത്തിൽ നിന്നും സ്നേഹത്തിലേക്കുള്ള ഒരു ചുവടുമാറ്റം, അതാണ് ഈശോയുടെ ഈ അത്ഭുതത്തിലുള്ള മനോഭാവമായിട്ട് ഞാൻ നോക്കി കാണുക. രാജസേവകൻ ഈശോയുടെ അരികിൽ വന്ന് അപേക്ഷിക്കുകയാണ്, എൻ്റെ മകൻ മരിക്കാറായി കിടക്കുകയാണ്, നീ ഒന്ന് വേഗം എൻ്റെ വീട്ടിലേക്ക് വന്ന് എൻ്റെ മകനെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ ആള് മരിച്ചു പോകും. ഈശോ എന്താ പറഞ്ഞെന്നറിയാവോ? നീ പൊക്കോ, ഞാൻ വരില്ല, നിന്റെ മകൻ സുഖം പെട്ടോളും. സാധാരണഗതിയിൽ സ്വന്തം മകനാണല്ലോ മരിക്കാൻ പോണേ. അയ്യോ ഈശോയെ അങ്ങനെ പറയില്ല, എൻ്റെ ഒന്ന് വാ പ്ലീസ് എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആള്. പക്ഷെ ആ രാജസേവകൻ ഈശോ പറഞ്ഞപ്പോൾ നീ പൊക്കോളാൻ പറഞ്ഞപ്പോൾ ഈശോയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോവാണ്. തിരുവചന ഭാഗത്ത് വ്യക്തമായിട്ട് നമുക്ക് കാണുന്നുണ്ട്, പോകും വഴി അവിടെ ചെന്ന് മനസ്സിലാക്കുന്നു, ഇതാ മകൻ സുഖപ്പെട്ടു. അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, ഈശോ പറഞ്ഞില്ലേ അവിടെ, നീ പോയിക്കൊള്ളുക, നിന്റെ മകൻ സുഖം പ്രാപിക്കുന്നു. ആ പറഞ്ഞ കറക്റ്റ് ടൈമിലാണ് മകൻ സുഖപ്പെട്ടിരിക്കുന്നത്. നോക്ക്, വിശ്വാസമുണ്ടെങ്കിൽ, എന്താണ്, കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ പർവ്വതം തന്നെ മാറിപ്പോകുന്നൊക്കെ പറയുന്നില്ലേ, മല മാറിപ്പോകുന്നൊക്കെ പറയുന്നില്ലേ. നമ്മൾ വളരെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസമില്ല, അതുകൊണ്ട് കാര്യങ്ങൾ നടക്കാത്ത. ഈശോയുടെ വചനത്തിൽ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്ഭുതം നടന്നിരിക്കുമെന്ന് രാജസേവകന്റെ മകനെ സുഖപ്പെടുത്തിയ അത്ഭുതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശോ പിശാച് ബാധിതനായ വ്യക്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മിണ്ടരുത്, അവനെ വിട്ടു പോവുക. ഉടനെ ആ പിശാച് ബാധിതനെ തള്ളിയിട്ടിട്ട് പിശാച് അവനിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നു. നോക്ക്, വചനത്തിന്റെ ശക്തി. മിണ്ടരുത്, അവനെ വിട്ട് പോവുക എന്ന് കർത്താവ് കൽപ്പിച്ചപ്പോൾ പിശാചു ബാധ്യതനെ തള്ളി താഴെയിട്ട് അവനിൽ നിന്നും വിട്ടുപോകുന്നു. ഇവിടെ വീണ്ടും വചനത്തിന്റെ ശക്തിയിലേക്കാണ് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്നത്. പിന്നെ ഞാൻ ചിന്തിക്കുക, ഈ വചനം കർത്താവ് നമ്മോടൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്,
നമ്മുടെ നാവിൽ നിന്നും പൈശാചികമായ വാക്കുകളോ മറ്റൊക്കെ വരുമ്പോൾ മിണ്ടരുത്, ഇവനെ വിട്ടു പോവുക, ഇവളെ വിട്ടു പോവുക. പരസ്നേഹത്തിന് വിരുദ്ധമായ വാക്കുകൾ നമ്മിൽ നിന്ന് വരുമ്പോഴൊക്കെ ഈശോ മൗനമായ ഭാഷയിൽ പറയുന്നുണ്ട്, സാത്താനെ ഇവളെ വിട്ടു പോവുക, ഇവനെ വിട്ടു പോവുക. ശിമയോന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടക്കുകയാണ്. അവിടെ ആളുകൾ ഈശോയോട് പറഞ്ഞു, ദേ ഒന്ന് സുഖപ്പെടുത്ത്, നല്ല പനി പിടിച്ച് കിടക്കുകയാണ്. ഈശോ വന്ന് ശിമയോന്റെ അമ്മായിയമ്മയെ സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. രോഗശാന്തി നൽകുന്ന ഈശോ. ഞാൻ ഈ ഈശോയുടെ അത്ഭുതം ചിന്തിക്കുന്ന അവസരത്തിൽ ഈ തിരുവചന ഭാഗത്തെ അവസാനത്തെ ഒരു വാക്ക് കൂടി ഞാൻ പ്രത്യേകം ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. പനി അവളെ വിട്ടുമാറി. ഈശോയുടെ സാമീപ്യവും സ്പർശനം ഏൽക്കുമ്പോൾ രോഗങ്ങൾ വിട്ടുമാറുന്നു. അടുത്ത വാക്ക് കൂടി ശ്രദ്ധിച്ചോ, അവൾ അവരെ ശുശ്രൂഷിച്ചു. പനി വിട്ടുമാറി, അവൾ അവരെ ശുശ്രൂഷിച്ചു എന്നുകൂടി തിരുവചനം പറയുന്നുണ്ട്. പനി വിട്ടുമാറുന്ന എന്തിനെന്നറിയാവോ? രോഗങ്ങൾ മാറുന്ന എന്തിനെന്നറിയാവോ? ആരോഗ്യം വീണ്ടെടുക്കുന്ന എന്തിനെന്നറിയാവോ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ. ഈശോ ആരോഗ്യം തരുന്നത് മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പനിയായിട്ട് ഇങ്ങനെ കെടുക്കായിരുന്നു വയ്യാതെ, ആ വയ്യായെ മാറ്റി കൊടുത്തു. അപ്പോൾ പിന്നെയും കെടുക്കല്ല, പിന്നെ എന്തിനാ അവരെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പനി വിട്ടുമാറ്റി കൊടുത്തത്. ഈശോ ഉണ്ടെന്ന് കേട്ടപ്പോൾ അനേകം രോഗികളും പിശാച് ബാധിതരൊക്കെ അവിടേക്ക് വന്നു. അവൻ അവരുടെ മേൽ കൈവച്ച് അവർക്ക് സൗഖ്യം നൽകി. രോഗികൾക്ക് സൗഖ്യം നൽകുന്ന, പിശാചുക്കളെ പുറത്താക്കുന്ന യേശുവിനെ വീണ്ടും നമ്മൾ കാണുന്നു. ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, രോഗാവസ്ഥയിൽ നിരാശപ്പെട്ടിരിക്കുക എല്ലാവരും ചെയ്ത്, ഇത് മാറോ ഇല്ല അറിയത്തില്ല അങ്ങനെ ചിന്തിച്ചിരിക്കുകയല്ല ചെയ്ത്. അവര് ഈശോയുടെ അരികിലേക്ക് വന്നു. നമുക്കൊക്കെ രോഗങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ നിരാശയിലേക്കല്ല പോണ്ടത്, യേശുവിലേക്കാണ് പോണ്ടത്. അപ്പോൾ അവൻ നമ്മളെ സുഖപ്പെടുത്തും, നമ്മളെ അനുഗ്രഹിക്കും. രാത്രി മുഴുവൻ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ നോക്കി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഈശോ പറയുന്നത് ശിമയോനോട് ആഴത്തിലേക്ക് ഇറക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. സ്വാഭാവികമായിട്ട് ശിമയോൻ ഈശോയോട് പറഞ്ഞു, രാത്രി മുഴുവൻ ഉറക്കുളിച്ചിട്ട് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ, സാരമില്ല, എന്നാൽ നീ പറഞ്ഞ പോലെ ഞങ്ങൾ ദേ വലയിറക്കുന്നു എന്ന് പറഞ്ഞ് വലയിറക്കി. വല കീറിപ്പോകുവോളം അത്രയും നിറയെ മത്സ്യങ്ങൾ കിട്ടിയവർക്ക്. കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള തെളിവാണ് ഈ അത്ഭുതകരമായ മീൻപിടുത്തം. മാനുഷിക കഴിവുകളിൽ ആശ്രയിച്ച് രാത്രി മുഴുവൻ അവർ പണിപ്പെട്ടു, ഒന്നും കിട്ടിയില്ല. നമ്മളൊക്കെ പലപ്പോഴും നമ്മുടെ കഴിവിൽ ആശ്രയിച്ചാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, ഒന്നും നടക്കില്ല. നമ്മൾ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുത്ത് കർത്താവിൻ്റെ വചനത്തിനനുസരിച്ച് പ്രവർത്തിച്ചേൻ വല കീറിപ്പോകുവോളം മത്സ്യങ്ങൾ ലഭിച്ചെന്ന് പറയുന്നത് കുറച്ചൊന്നല്ല. ഈശോ ഇതാ ഒരു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു. ഈശോ ആ കുഷ്ഠരോഗിയെ തൊട്ടു, അവൻ്റെ കുഷ്ഠം അവന് വിട്ടുമാറി എന്ന് പറയുന്നു. എന്തിനാ ഈശോ തൊടുന്നേ? അവിടെ രാജ്യസേവകന്റെ മകനെ സുഖപ്പെടുത്തിയതൊക്കെ നീ പൊക്കോ, നിന്റെ മകൻ സുഖപ്പെടുന്നു പറഞ്ഞപ്പോൾ പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ചില്ലേ? ഇവിടെ ഈശോ കുഷ്ഠരോഗിയെ തൊടുന്നു. ഞാൻ ചിന്തിക്കുക, ഈ കുഷ്ഠരോഗിയെ ആണെന്ന് കേട്ടാൽ അറപ്പോടെ വെറുപ്പോടെ ആളുകൾ അകന്നു പോകുന്ന കാലഘട്ടമായിരുന്നു അന്ന്. ആ അറപ്പും വെറുപ്പും കൂടാതെ കുഷ്ഠരോഗിയെ തൊടുന്ന ഈശോ, ദാറ്റ് ലവ് ആൻഡ് കൺസേൺ ഫോർ ദ സിക്ക്. യേശുവിൻ്റെ ആ ലവ് ആൻഡ് കൺസേൺ ഫോർ ദ സിക്ക് ഞാനത് അങ്ങനെ നോക്കിക്കാണാം. യേശു അവനെ തൊട്ട് സുഖപ്പെടുത്തി. തുടർന്ന് അവനെ സുഖപ്പെടുത്താം, മനസ്സിൽ ചിന്തിച്ചാൽ മതി ഈശോയ്ക്ക് അവൻ സുഖപ്പെട്ടു പോയേന്, നീക്ക് സുഖപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി സുഖപ്പെട്ടു പോയേന്. ഇല്ല, ഈശോ അവനെ തൊട്ടു. പേഴ്സണൽ ടച്ച്, ഹീലിംഗ് ടച്ച്. നമുക്ക് എപ്പോഴും മറ്റുള്ളവരോട് ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണിത്. ലവ് ആൻഡ് കൺസേൺ. വെറുപ്പും അറപ്പും പാടില്ല. എത്ര വലിയ രോഗിയാണെങ്കിലും,
എത്ര തിന്മയിൽ ജീവിക്കുന്ന ആളാണെങ്കിലും അറപ്പും വെറുപ്പും വേണ്ട. ഈശോയുടെ അരികിലേക്ക് ശതാധിപൻ കുറച്ച് യഹൂദ പ്രമാണികളെ അയച്ചു, തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ ഈശോയോട് പറയാനായിട്ട്. അവരൊന്ന് ഈശോയോട് പറഞ്ഞു, നമുക്കൊക്കെ വേണ്ടിയിട്ട് സിനഗോഗൊക്കെ പണിയിച്ചെന്ന ആളാ, ഒന്ന് മൈൻഡ് ചെയ്യണം, ആ ഭൃത്തിനെ സുഖപ്പെടുത്തി കൊടുക്കണം. ഈശോ പറഞ്ഞു, ശരി, നമുക്ക് അങ്ങോട്ട് പോവാം. പോകുന്ന വഴിക്ക് ഈ ശതാധിപൻ ഭൃത്യന്മാരയച്ചു വേറെ. ഈശോയോട് പറയാൻ എന്ത് പറയാനാണെന്നറിയാവോ? വരണ്ട, എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യം സുഖപ്പെട്ടുകൊള്ളുന്നു. എന്തൊരു വിശ്വാസമാണ് ആ ശതാധിപന്റെ! എങ്ങനെയും എൻ്റെ വീട്ടിൽ വന്ന് സുഖപ്പെടുത്താൻ പറയുന്നതിന് പകരം, നീ വീട്ടിലേക്ക് വരണ്ട, അതിനുള്ള യോഗ്യത എനിക്കില്ല, ഞാൻ അയോഗ്യനാണ്, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെട്ടുകൊള്ളും. ഈശോ പറയുന്ന വചനം ശ്രദ്ധിക്കുന്ന നല്ലതാ. ഈശോ പറയുന്നുണ്ട് അവരോട്, എന്താ പറയുന്നറിയാവോ? എൻ്റെ പോലെ ഇസ്രായേൽ പുലിൽ പോലും ഞാൻ ഇങ്ങനത്തെ വിശ്വാസം കണ്ടിട്ടില്ല. അത്ര ഫെയ്ത്ത് ആണല്ലോ ഈ ശതാധിപനെന്നാണ് ഈശോ പ്രതികരിച്ചത്. അവൻ്റെ ഭൃത്യന് സുഖപ്പെടുകയും ചെയ്തു. നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ ക്രൈസ്തവരാണ്, നമ്മുടെ ഭയങ്കര സ്ട്രോങ് ഫെയ്ത്താണ്, ഞങ്ങളൊക്കെ തലമുറയായിട്ട് ക്രിസ്ത്യാനികളാണ്, ഞങ്ങളുടെ ഭയങ്കര ശക്തമായ വിശ്വാസം തെറ്റിദ്ധരിക്കേണ്ട. ചിലപ്പോൾ നമ്മളെക്കാളും സ്ട്രോങ് ഫെയ്ത്തുള്ള അക്രൈസ്തവരുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നവർ. ഈശോ പറയുന്നു, ആ വിശ്വാസത്തിൻ്റെ ആഴം ക്രിസ്ത്യാനി എന്നുള്ള പേരോട് മാത്രം ആവില്ല, നിന്റെ ഉള്ളിരിപ്പ് എന്താണ്. അതുപോലെ തന്നെ ഞാൻ അയോഗ്യനാണെന്നുള്ള ആറ്റിറ്റ്യൂഡ്, ശതാധിപന്റെ മനോഭാവം നോക്കിയേ. കർത്താവേ, നീ എൻ്റെ ഭവനത്തിൽ വരല്ലേ, അതിനുള്ള യോഗ്യത എനിക്കില്ല. നമ്മളൊക്കെ പെർഫെക്റ്റാന്ന് വിചാരിച്ച് നടക്കുന്ന എല്ലാവരും, നമ്മിലൊക്കെ ഒത്തിരി പോരായ്മകളുണ്ട്. നമ്മൾ അയോഗ്യരാണെന്ന് എളിമയോടെ ഏറ്റു പറയുമ്പോഴാണ് കർത്താവ് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് വർഷിക്കുക കൂടുതലായിട്ട്. ഈശോയുടെ ചുറ്റും വലിയ ആൾക്കൂട്ടമാണ്, അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഒരു തളർവാദ രോഗിയെ കൊണ്ടുവന്ന ആൾക്കാർ വേറെ മാർഗമില്ല ഈശോയുടെ അടുത്ത് എത്തിക്കാനായിട്ട്. വീടിൻ്റെ മുകളിൽ കയറി, പുരമുകളിൽ കയറി ബോർഡ് പൊളിച്ച് അവിടെ നിന്ന് കട്ടിലോടെ താഴത്തേക്ക് ഇറക്കാണ് ഈശോയുടെ മുമ്പിലേക്ക് ഈ തളർവാദ രോഗിയെ. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന തളർവാദ രോഗി കിടക്കയിൽ ഇറങ്ങി വരുന്ന താഴേക്ക്. ഈ തളർവാദ രോഗിയോട് ഈശോ പറയുന്നത്, നിന്റെ തളർവാദ രോഗം മാറട്ടെ എന്നല്ല ആദ്യം പറയുന്നത്. ആദ്യം പറയുന്നത് എന്താണെന്നറിയാവോ? നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഉടനെ യഹൂദ പ്രമാണികർക്ക് പിറുപിറുത്തു, എന്ത് പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു? ഇവനാരാ അധികാരം കൊടുത്തിരിക്കുന്ന പാപങ്ങൾ ക്ഷമിക്കാനായിട്ട്? ദൈവത്തിന് മാത്രമല്ലേ പാപം മോചിക്കാൻ സാധിക്കത്തുള്ളൂ. അവർ പിറുപിറുത്തു. ഉടനെ ഈശോ പറഞ്ഞു, ഏതാ കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്, പാപങ്ങൾ ക്ഷമിക്കലാണോ തളർവാത്ത രോഗം മാറ്റലാണോ? എനിക്ക് പാപം മോചിക്കാനുള്ള അധികാരമുണ്ടെന്ന് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനായിട്ട് ഈശോ എന്ത് ചെയ്യുന്നറിയാവോ? തളർവാത രോഗിയോട് പറഞ്ഞു, നിന്റെ കിടക്കയെടുത്ത് നടന്നു പോടാന്ന് പറഞ്ഞു. ഉടനെ തളർവാത രോഗി താൻ കിടന്നിരുന്ന കിടക്കയെടുത്ത് അവർ മുമ്പിൽ നടന്നാ പോയി. അവിടെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയില്ലേ, രണ്ട് കാര്യങ്ങൾ ഈശോ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഒന്ന്, രോഗശാന്തി നൽകാൻ സാധിക്കുന്ന ശക്തനായ ദൈവപുത്രനാണ് താനെന്ന് വെളിപ്പെടുത്തി കൊടുത്തു. രണ്ട്, പാപം മോചിക്കാൻ അധികാരമുള്ളവനാണ് താനെന്ന് സത്യം വെളിപ്പെടുത്തി കൊടുത്തു. വലത് കൈ സൂക്ഷിച്ച ഒരാള് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരൊക്കെ നോക്കി നിൽക്കുകയാണ് ഈശോ വന്നപ്പോൾ. ഇന്ന് സാപത്താണല്ലോ, ഈ സാപത്ത് നിയമം ലംഘിച്ചുകൊണ്ട് ഈശോ ഇവനെ സുഖപ്പെടുത്തോ ഇല്ലയോ? മനസ്സിൽ ചോദ്യചിഹ്നവുമായിട്ട് ആൾക്കാർ നോക്കി നിൽക്കുകയാണ്. ഈശോയ്ക്ക് എല്ലാവരുടെയും മനസ്സറിയാലോ. അപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നറിയാവോ? ഇവനെ വിളിച്ചു, നീ എഴുന്നേറ്റ് വന്ന് ഇവിടെ വന്ന് നിൽക്ക്. അവൻ നടുവിൽ വന്ന് നിന്നു, വലത്ത് കൈ സൂക്ഷിച്ച്. എന്നിട്ട് ഈശോ പറഞ്ഞു, അവർ ചോദിക്കുകയാണ്, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ? സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ നല്ലത്? നന്മ ചെയ്യാവോ? ആരൊന്നും മിണ്ടുന്നില്ല. ഈശോ
വലത്തുകൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തി സാപത്തില്. ഉടനെ മറ്റുള്ളവരൊക്കെ ദേഷ്യം കൊണ്ടു, നിയമം ലംഘിച്ചു, നിയമം ലംഘിച്ചു. ഈ അത്ഭുതം പ്രവർത്തിച്ചപ്പോൾ ഈശോ വലിയൊരു കാര്യം പഠിപ്പിക്കുകയാണ്. രോഗശാന്തി നൽകിയത് വലിയ അത്ഭുതം തന്നെ. അതോടൊപ്പം തന്നെ നന്മ ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നവരുടെ ആ മനോഭാവത്തെ ഈശോ നിശിതമായിട്ട് വിമർശിക്കുകയാണ് ഈ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് ചെയ്തത്. നമ്മൾ എവിടെ നോക്കിയാലും കാണാനുള്ള ആൾക്കാര്, നന്മ ചെയ്യുന്നതിന് എപ്പോഴും പാരപണിയുന്ന ആൾക്കാർ, തടസ്സം നിൽക്കുന്നവർ, അവർ നിയമത്തിൻ്റെ വള്ളിപുള്ളി നോക്കിക്കൊണ്ട് നന്മ ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കും. നമ്മൾ ഒരിക്കലും അത്തരക്കാരാകരുതെന്ന് ഈ അത്ഭുതം വഴിയായിട്ട് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ്. ശവമഞ്ചത്തിൽ കിടക്കുന്ന യുവാവ്, കരഞ്ഞുകൊണ്ട് വരുന്ന ആ യുവാവിൻ്റെ അമ്മ, തിരുവചനം പറയുന്നു, അവളെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നിയെന്ന്. ആ വാക്ക് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. മനസ്സലിവ് തോന്നുന്ന ഈശോ നമുക്കൊക്കെ അനുകരിക്കേണ്ട ഒരു മാതൃകയാണത്. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മൾ കഠിന ഹൃദയരാകരുത്, മനസ്സലിവുണ്ടാകണം. ചിലരെ കുറിച്ചൊക്കെ പറയില്ലേ, കണ്ണിൽ ചോരയില്ല എന്നൊക്കെ. അങ്ങനെ പറയാൻ ഇടവരരുത് നമ്മളെക്കുറിച്ച്. അവളെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിവ് തോന്നി. ശവമഞ്ചത്തിൽ തൊട്ട് അവിടെ നിർത്തി, പ്രൊസഷൻ അവിടെ നിർത്തുകയാണ്. എന്നിട്ട് ഈശോ മരിച്ചു കിടക്കുന്ന യുവാവിനോട് പറയാണ്, എഴുന്നേൽക്ക്. ഉടനെ ആ യുവാവ് ശവമഞ്ചത്തിൽ എഴുന്നേറ്റിരുന്ന് സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുന്നു. കണ്ടോ, മരിച്ചു കിടക്കുന്ന വ്യക്തി ഇതാ ജീവനുള്ളവനായി മാറി, സംസാരിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി രോഗശാന്തി കൊടുക്കുന്ന ശക്തി മാത്രമല്ല, പിശാചുക്കളെ പുറത്താക്കുന്ന ശക്തി മാത്രമല്ല, ജീവൻ കൊടുക്കുന്ന ശക്തി കൂടിയാണ് കർത്താവിൻ്റെ ശക്തി. ആ വലിയ ശക്തിയെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. എൻ്റെ ജീവൻ ദൈവം തന്നിട്ടുള്ള ദാനമാണ്. നിങ്ങളുടെ ജീവൻ ദൈവം തന്നിട്ടുള്ള ദാനമാണ്. അതൊന്നും തോന്നിയ പോലെ കൈകാര്യം ചെയ്യാൻ നമുക്കാർക്കും അവകാശമില്ല. ദൈവം തന്ന ദാനം മാത്രമാണത്. വള്ളത്തിൽ യാത്ര ചെയ്യുന്ന ശിഷ്യന്മാര് കൊടുങ്കാറ്റ് കണ്ട് ഭയപ്പെട്ടപ്പോൾ ഈശോ ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അവന് തട്ടി ഉണർത്തി, ഇതേ ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ എന്തെങ്കിലും കിടന്ന് ഉറങ്ങുന്നേ? ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, വെർ ഇസ് യുവർ ഫെയ്ത്ത്, വെർ ഇസ് യുവർ ഫെയ്ത്ത്? ആ ഒരു ചോദ്യം ഭയങ്കര ചോദ്യം, കൊടുങ്കാറ്റിനേക്കാളും ശക്തിയുള്ള ചോദ്യമാണത്. ഇത്ര നാൾ എൻ്റെ കൂടെ നടന്നിട്ട് രോഗികളെ സുഖപ്പെടുത്തുന്നു, പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, മരിച്ച ആൾക്ക് ജീവൻ കൊടുക്കുന്നു. ഈ പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് എന്നിട്ട് നിങ്ങൾ ഈ ചെറിയ കൊടുങ്കാറ്റ് വന്നപ്പോൾ ഞാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാ ഭയപ്പെട്ട? വെർ ഇസ് യുവർ ഫെയ്ത്ത്? ആ ചോദ്യം ഇന്ന് എന്നോട് നിങ്ങളോട് ഈശോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും നമ്മൾ ആകെ അപ്സെറ്റായി ഓടുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വള്ളത്തിൽ കിടന്ന്. യേശു നമ്മുടെ കൂടെയുണ്ട്. നീ എന്തിന് ഭയപ്പെടുന്നു എന്ന് ചോദിക്കുന്നത്? നിനക്ക് വിശ്വാസമില്ലേ? എല്ലാത്തിൻ്റെയും മേൽ ശക്തിയുള്ള ഞാൻ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ നീ എന്തിന് ഭയപ്പെടണം, ആകുലപ്പെടണം? അങ്ങനെ ഈശോ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ മേലൊക്കെ അധികാരമുള്ളവനാണ്, ആധിപത്യമുള്ളവനാണ് ഈശോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പൂർണ്ണമായിട്ടും ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ആകുലപ്പെടാതെ, ഉത്കണ്ഠ കൂടാതെ, ഭയപ്പെടാതെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനായിട്ട്, നമ്മുടെ ജീവിത നൗക മുന്നോട്ട് നയിക്കാനായിട്ട്, തുഴയാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കട്ടെ. യേശുവിൻ്റെ സാമീപ്യമാണ് നമുക്ക് ശക്തി പകരുക എന്നുള്ള തിരിച്ചറിവ് മറക്കരുത്, മറക്കരുത്, മറക്കരുത്. ഗെരസേനരുടെ നാട്ടില് വന്നപ്പോൾ അവിടെ ഒരു പിശാചു ബാധിതൻ ഇതാ കടന്നു വരുന്നു. അവനെ കുറിച്ച് വിവരണം പറയുന്നുണ്ട്. എന്താണെന്നറിയാം വിവരണം? അവൻ വസ്ത്രം ധരിക്കാറില്ല, സുബോധമില്ല, ശവക്കല്ലറുകളിൽ കിടക്കുന്ന മനുഷ്യൻ. ഈശോ അവനിൽ നിന്നും പിശാചിനെ ആട്ടിപ്പായിക്കുന്നു. തിരുവചനം വീണ്ടും പറയുന്നു, പിശാച് പുറത്തു പോയപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു, സുബോധത്തോടെ അവിടെ യേശുവിൻ്റെ അരികിലായിരുന്നു. ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, ഈ വസ്ത്രധാരണത്തിൽ ഫാഷൻ മൂത്ത് 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 മൂത്ത്
വസ്ത്രധാരണത്തിൽ വസ്ത്രം കുറച്ച് 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 കൊണ്ടുവരുന്നത് ഈ പിശാച് അകത്ത് കയറുന്നതുകൊണ്ടാണോ എന്ന് ചിലപ്പോൾ സംശയിക്കാറുണ്ട്. നമ്മൾ മാന്യമായ വസ്ത്രധാരണം അത് സുബോധമുള്ളവരുടെ ലക്ഷണമാണ്. അതുകൊണ്ടാണ് പിശാച് പോയി സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ അവൻ മാന്യമായി വസ്ത്രധാരണം നടത്തി യേശുവിൻ്റെ അരികിൽ സുബോധത്തോടെ ആയിരുന്നു എന്ന് പറയുന്നത്. ഈശോ ജനക്കൂട്ടത്തിൽ പോകുമ്പോൾ രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, അവള് കുറെ ചികിത്സിച്ച് രോഗം മാറാതെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. അവൾ ഉള്ളിൽ വിശ്വസിച്ചു, കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചാൽ എനിക്ക് സൗഖ്യം കിട്ടും. അവള് ആ ജനക്കൂട്ടത്തിനിടയിലൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കുകയും ഉടനെ തന്നെ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പക്ഷെ ആർക്കൊന്നും അറിയില്ല. പക്ഷെ ഈശോയ്ക്ക് അറിയാം. ഈശോയിൽ നിന്നും ശക്തി പുറത്തേക്ക് പോയത് കർത്താവിന് മനസ്സിലായി. ശക്തി ഇതാ, യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു, ഒരു വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു. ഉടനെ യേശു ചോദിക്കുകയാണ്, ആരാണ് എന്നിൽ നിന്നും ഇപ്പോൾ സൗഖ്യം നേടിയത്? നമുക്കറിയാം, രക്തസ്രാവ രോഗം പരസ്യമായിട്ട് പറയാനൊക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അവളിങ്ങനെ കുറച്ച് മടിച്ചൊക്കെ നിന്നു. പക്ഷേ അവള് ഇതാ യേശുവിൻ്റെ കാൽക്കൽ വീണ് തനിക്ക് സംഭവിച്ച എന്താണെന്നും താൻ വിശ്വാസത്തോടെ എങ്ങനെ അവിടുത്തെ വസ്ത്രത്തിന് വിളിമ്പിൽ സ്പർശിച്ചെന്നും പരസ്യമായിട്ട് അവിടെ പ്രഖ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈശോ പറയുന്നൊരു മറുപടിയുണ്ട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഈ ഒരു വചനം, ഈ ഒരു തിരുവചനം നമ്മുടെ ഉള്ളിലൊക്കെ എപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കണം. മകനെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ആ ഉറച്ച വിശ്വാസത്തോടുകൂടി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിക്കാൻ തീരുമാനമെടുത്ത അവളുടെ വിശ്വാസത്തിന് കർത്താവ് നൽകിയ സമ്മാനമാണ് രോഗസൗഖ്യം. എനിക്കും നിങ്ങൾക്കും ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോയുടെ കൃപ അനുഗ്രഹം ലഭിക്കുക തന്നെ ചെയ്യും. ആ ഒരു വലിയ സത്യമാണ് ഈ ഒരു അത്ഭുതം നമ്മെ പഠിപ്പിക്കുക. സിനഗോഗ് അധികാരിയായ ജായിറോസ് തൻ്റെ മകൾ മരിക്കാൻ കിടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈശോ വന്ന് അവളെ സുഖപ്പെടുത്താനായിട്ട്, സൗഖ്യം കൊടുക്കാനായിട്ട് ഈശോയോട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ പോണ വഴിയിലാണ് ആ ജായിറോസിൻ്റെ ഭൃത്യന്മാർ വന്ന് പറയുന്നത്, ഇനി ഗുരുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട, പെൺകുട്ടി മരിച്ചു കഴിഞ്ഞു. 12 വയസ്സ് പ്രായമുള്ള ജായിറോസിൻ്റെ മകൾ മരിച്ചു, ഇനി എന്തിനാ വെറുതെ ആളെ ബുദ്ധിമുട്ടിക്കുന്നത്? ഈശോ പറഞ്ഞു, സാരമില്ല, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണെന്ന് പറഞ്ഞു. ഈശോ വീട്ടിലേക്ക് ചെന്നു. അവിടെ ആൾക്കാരൊക്കെ ഈശോയെ കളിയാക്കാൻ തുടങ്ങി. മരിച്ച ഒരു പെൺകുട്ടി ഉറങ്ങാണെന്ന് പറഞ്ഞ് ഉണർത്താൻ വന്നിരിക്കുന്നു. ഈശോ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ബാലികെ എഴുന്നേൽക്കൂ. മരിച്ചു കിടന്ന കുട്ടി എഴുന്നേറ്റു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈശോയുടെ ഉത്ഥാനത്തിലേക്ക് ശിഷ്യന്മാരുടെ മനസ്സിനെ ഒരുക്കുന്നതിൻ്റെ ആദ്യത്തെ പടിയായത്. വീട്ടിൽ പെൺകുട്ടിയെ ഉയർപ്പിക്കുന്നു, പിന്നെയാണ് റോട്ടിൽ യുവാവിനെ ഉയർപ്പിക്കുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു കല്ലറയിൽ, പിന്നെ ഈശോ 3-ാം നാൾ ഉത്ഥാനം ചെയ്യുന്നു. അതിൽ ഇതാ മനുഷ്യ മനസ്സിനെ ഒരുക്കാനായിട്ട്, ശിഷ്യന്മാരുടെ മനസ്സിനെ ഒരുക്കാനായിട്ട് വീട്ടിൽ 12 വയസ്സുള്ള പെൺകുട്ടിയെ ഉയർപ്പിക്കുന്ന അത്ഭുതമാണ് നമ്മൾ കാണുക. 2 കുരുടന്മാർ ഈശോയുടെ അരികിൽ വന്ന് അവർക്ക് കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞു. ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എനിക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ പറഞ്ഞു, ഉവ്വ് കർത്താവേ. ഉടനെ ഈശോ അവർക്ക് കാഴ്ച നൽകുന്നു, രോഗശാന്തി നൽകുന്നു. ഇവിടെ 2 ചിന്തകളെ ഞാൻ കൊണ്ടുവരികയാണ്. അവർക്ക് കാഴ്ചയില്ല, കണ്ണ് കണ്ടുകൂടാ, പക്ഷെ അവർക്ക് ചെവി കേൾക്കാം, അവർക്ക് സംസാരിക്കാം. ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കാതെ ദൈവം നൽകിയ കഴിവുകൾ അവർ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നും അനുഗ്രഹം നേടിയെടുക്കുകയാണ്. എനിക്കത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഈശോ ചോദിച്ചത് അവർ കാതുകൊണ്ട്, ചെവി കൊണ്ട് കേട്ടു. കണ്ടോ, ആ കേൾവി ശക്തി അവർ ഉപയോഗിച്ചു.
അതിന് മറുപടി അധരം കൊണ്ട് പറഞ്ഞു. ആ സംസാരശേഷി അവർ ഉപയോഗിച്ചു. നമ്മൾ പലപ്പോഴും പോരായ്മകളെ കുറിച്ച് ഇങ്ങനെ ദുഃഖിച്ചിരിക്കുകയാണ്. ദൈവം തന്നിട്ടുള്ള കഴിവുകളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അതിന് നന്ദി പറയുന്നില്ല, ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല. നമ്മൾ ദൈവം തന്ന കഴിവുകൾ, കേൾക്കാനുള്ള കഴിവ് കിട്ടി, സംസാരിക്കാനുള്ള കഴിവ് കിട്ടി, കാണാനുള്ള കഴിവില്ലല്ലോ എന്ന് ഓർത്ത് ദുഃഖിച്ച് നിരാശയിൽ ഇരിക്കുകയല്ല. ഈ 2 കഴിവുകൾ ഉപയോഗിക്കുക. എന്നിട്ട് കർത്താവിൻ സന്നിധിയിൽ വരുമ്പോൾ എനിക്ക് മറ്റു കഴിവുകൾ കർത്താവ് തരും. ഒരു പിശാചു ബാധിതനായ ഊമനെ ഈശോ സുഖപ്പെടുത്തുന്നു. ആ പിശാചിനെ ഒഴിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഊമൻ സംസാരിക്കാൻ തുടങ്ങി. ദൈവം വലിയൊരു അനുഗ്രഹം കൊടുത്തവന്. അപ്പൊ കൂടെ നിൽക്കുന്നവരൊക്കെ സന്തോഷിക്കല്ലേ വേണ്ടത്? കൂടെ നിൽക്കുന്നവരൊക്കെ സന്തോഷിക്കണം. പക്ഷേ നമ്മൾ ഇവിടെ കാണുന്നത് അവര് യേശുവിനെ വിമർശിക്കുകയാണ്. ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ്. കണ്ടോ? നന്മ കാണാനും അതിൽ സന്തോഷിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും അല്ല മനസ്സുകൾ തയ്യാറാകുന്നത്. അതിൽ തിന്മ കാണാനും അത് നെഗറ്റീവായിട്ട് പ്രതികരിക്കാനാണ്. നമുക്കൊരിക്കലും ആ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവർക്ക് നന്മ ദൈവം കൊടുക്കുകയാണെങ്കിൽ അത് സന്തോഷിക്കുക. മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ വരുമ്പോൾ നമ്മുടെ മനസ്സിലൊരു കിരുകിരിപ്പ് ഉണ്ടാകരുത്, അസ്വസ്ഥത ഉണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്. 38 വർഷമായി തളർവാദ രോഗം ബാധിച്ച ആ തളർവാദ രോഗി അവർ കിടക്കുകയാണ്. അവിടെ അത്ഭുത ശക്തിയുള്ള കുളം, വെള്ളം ഇളകിക്കഴിഞ്ഞാൽ ആദ്യം ആരാണോ ഇറങ്ങുന്നത് അവൻ സൗഖ്യം പ്രാപിക്കും. അങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം. 38 വർഷമായി തളർവാദ രോഗം ബാധിച്ച ഈ വ്യക്തി അവിടെ കിടക്കുന്നുണ്ട് അടുത്ത്. പക്ഷേ വെള്ളം ഇളകുമ്പോഴേക്കും വേറെ ആരെങ്കിലും ഇറങ്ങും, സുഖപ്പെടും, പോവും. അപ്പോൾ ഇവൻ്റെ ചാൻസ് പോയി. അങ്ങനെ പ്രതീക്ഷയിൽ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഈശോ അവനോട് ചോദിച്ചു, നിനക്ക് താല്പര്യമുണ്ടോ സുഖം പ്രാപിക്കാനായിട്ട്? തീർച്ചയായിട്ടും. വെള്ളം ഇളകുമ്പോൾ ആരും എന്നെ അങ്ങോട്ട് എടുത്ത് ഇറക്കാനില്ല, എന്നെ ആരും എന്നെ സഹായിക്കുന്നില്ല. എനിക്ക് തന്നെയാണെങ്കിൽ ഇഴുകി അങ്ങോട്ട് പോകാൻ പറ്റുന്നുമില്ല. ഞാനിങ്ങനെ വിഷമിച്ച് കിടക്കുകയാണ്. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നല്ലതാ. സ്വയമായിട്ട് എനിക്ക് അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. ഇങ്ങനത്തെ അവസ്ഥ വരുമ്പോഴാണ് സഹായിക്കാൻ വേറൊരാൾ വരുന്നത്, ഈശോ. മറക്കരുത്. ഈശോ പറഞ്ഞു, നിനക്ക് തന്നെ കൂട്ടിയാൽ കൂടില്ല അല്ലേ? വെള്ളം ഇളകുമ്പോൾ നിന്നെ ഇറക്കാൻ വേറെ ആരും വരുന്നില്ല അല്ലേ? ഞാൻ നിന്നോട് പറയണ, നീ കിടക്കണ കിടക്കിയെടുത്ത് നീ നടന്നു വെക്കോ. അതാണ് യേശുവിൻ്റെ അപ്രോച്ച്. നിനക്ക് നിന്നിൽ തന്നെ കഴിവില്ലാതെ വരുമ്പോൾ, നിന്നെ സഹായിക്കാൻ വേറെ ആരും ഇല്ലാതെ വരുമ്പോൾ അവിടെയുണ്ട് ഈശോ നിന്നെ സഹായിക്കാൻ. ഈ ഒരു ചിന്ത എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. തളരരുത്, തളരരുത്. തളർവാദ രോഗിയോട് കർത്താവ് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് പോവുക. അവൻ കിടക്കിയെടുത്തു, അനുസരിച്ച് പോവുകയാണ്. 38 വർഷമായിട്ട് തളർവാദ രോഗം ബാധിച്ചു കിടക്കുന്ന ഒരു വ്യക്തി. വലിയ ജനക്കൂട്ടാണ് ഈശോയുടെ ചുറ്റും. ഈശോ ഇവരെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു, ശിഷ്യന്മാരെ പരീക്ഷിക്കാനായിട്ട് ചോദിച്ചു, ഇവർക്കൊക്കെ നമുക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? അതിനെന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് അന്ത്രയോസ് എന്ന് പറയുന്നുണ്ട്, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടിയുണ്ട്. പക്ഷേ ഈ പുരുഷാരത്തിന് ഇതുകൊണ്ട് എന്താവാനാ? 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയണ്ട. ഈശോ പറഞ്ഞാൽ കൊണ്ട 5 അപ്പവും 2 മത്സ്യവും കൊണ്ടുവന്നു. ഈശോ ആശീർവദിച്ച് ഇവരൊക്കെ പന്തികളിലായിട്ട് ഇരുത്താൻ പറഞ്ഞ് ഇതാണ് വിതരണം ചെയ്യാൻ പറഞ്ഞു. എല്ലാവരും സുഭിക്ഷമായിട്ട് ഭക്ഷിച്ചതിന് ശേഷം 12 കുട്ട നിറയെ അപ്പം ബാലൻസ് വന്നു എന്നാണ് പറയുന്നത്. 5 അപ്പം 5000 പുരുഷന്മാരുടെ കാര്യം പറയുന്നില്ലല്ലോ. ഒരപ്പം 1000 പേർക്ക് വെച്ച് മിനിമം. അതിൽ കൂടി ജനാവലിയുണ്ട്. ഞാൻ ഏകദേശം കണക്ക് പറഞ്ഞതാ. ഇത്രയേറെ ആളുകളെ തീറ്റിപ്പോറ്റുന്ന, അപ്പം വർദ്ധിപ്പിക്കുന്ന വലിയ അത്ഭുതമാണ് ഈശോയുടെ പ്രവർത്തിച്ചത്. ഞാൻ പറയും, ഇതൊരു ഹിൻ്റാണ്, സൂചന മാത്രമാണ്. ഒടുവിൽ അത്താഴവേളയിൽ അപ്പം തൻ്റെ ശരീരമാക്കി മാറ്റി ലോകാവസാനം വരെ ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും തൻ്റെ ശരീരം
പകുത്തു കൊടുക്കുന്ന വലിയ വലിയ അത്ഭുതത്തിന് നാന്ദിയായിട്ടുള്ള ഒരു ചെറിയ അത്ഭുതമാണ് ഈ അപ്പം വർദ്ധിപ്പിക്കൽ അത്ഭുതം. കാരണം ഇവിടെ കുറച്ച് പേരുള്ളൂ, ഒരു 5000 പേരാ എന്തായാലും ഇവിടെ കണക്കിൽ പറയുന്നത്, വായിക്കത്തിന് നമുക്കറിയത്തില്ല. പക്ഷെ ലോകാവസാനം വരെ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും അപ്പത്തിൻ്റെ രൂപത്തിൽ തൻ്റെ ശരീരം പകുത്തു കൊടുക്കുന്ന വലിയ അത്ഭുതം, അതിനൊരു നാന്ദിയായിട്ടാണ് ഈശോ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന അത്ഭുതം പ്രവർത്തിച്ചതായിട്ട് നമുക്കിന്ന് നോക്കിക്കാണാൻ സാധിക്കുക. ശിഷ്യന്മാര് വള്ളം തുഴഞ്ഞു പോകുന്നു, ഈശോ അതിൽ കയറിയിട്ടില്ല. വള്ളത്തിൽ നേരെ ഇരുട്ടി തുടങ്ങി, ശക്തമായി കാറ്റടിക്കാൻ തുടങ്ങി, കടൽ ക്ഷോഭിക്കുന്നു. ഇവർ നോക്കിയപ്പോൾ ഈശോ ഇതാ വെള്ളത്തിൻ്റെ മീതെ നടന്നു വരുന്നു. വെള്ളത്തിൽ ചവിട്ടുമ്പോൾ താഴേക്ക് പോകുന്നില്ല, വെള്ളത്തിന് മീതെ നടക്കുന്നു വരുന്ന ഈശോ. അവര് ഈശോയെ അവരുടെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചെന്ന് പറയുന്നു. തിരുവചനം പറയുന്നു, ഉടനെ വള്ളം ഇതാ പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു. വെള്ളത്തിനു മീതെ നടക്കുന്ന ഈശോ ഒരു കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് ശക്തിയുടെ മേലും അധികാരമുള്ളവനാണ്, ആധിപത്യമുള്ളവനാണ് ഈശോ. അപ്പോൾ നമ്മൾ ഒന്നും കാറ്റ് കാണുമ്പോൾ പേടിക്കണ്ട, കോള് കാണുമ്പോൾ പേടിക്കണ്ട, എന്ത് പ്രകൃതിക്ഷോഭങ്ങൾ വന്നാലും നമ്മൾ ഭയപ്പെടേണ്ട. കാരണം ഈശോ നമ്മോടൊപ്പമുണ്ട്. ഇതിൻ്റെ മേലൊക്കെ കൺട്രോളുണ്ട് ഈശോയ്ക്ക്. പ്രപഞ്ച ശക്തിയുടെ മേൽ ആധിപത്യമുള്ളവനാണ് നമ്മുടെ ഈശോ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വെള്ളത്തിന് മീതെ നടന്നു വരുന്ന ഈശോ പറയും, ഭയപ്പെടേണ്ട. ഇനി ഈശോയെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു മനസ്സിൽ. വള്ളം പെട്ടെന്ന് ലക്ഷ്യസ്ഥാനത്തെത്തി. നമ്മളൊക്കെ നമ്മുടെ ജീവിതമാകുന്ന വള്ളത്തിൽ ഈശോയെ കയറ്റാൻ ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ലക്ഷ്യസ്ഥാനത്തെത്തുക. ഗനേസറത്തിൽ ഈശോ വന്നുവെന്ന് കേട്ട് യേശുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ഇതാ ആളുകൾ ധാരാളം രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തി. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിച്ചാൽ രോഗശാന്തി കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ അവിടെ തടിച്ചുകൂടി. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു. ഗ്രീക്കുകാരിയായിരുന്ന സീറോഫിനേഷ്യൻ സ്ത്രീ, അവളുടെ മകള് പിശാചു ബാധിക്കപ്പെട്ട് രോഗാവസ്ഥയിലാണ്. ഈശോയുടെ അരികിൽ വരികയാണ്, മകളെ സുഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈശോ അവളെ പരീക്ഷിക്കാനായിട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. മോളെ, മക്കളുടെ അപ്പം എടുത്തിട്ട് നായ്ക്കൾക്ക് കൊടുക്കാവോ? വലിയൊരു ചോദ്യമാണ്, തന്നെ മുറിപ്പെടുത്തുന്ന ചോദ്യം. ശരിക്കും മക്കളുടെ അപ്പം ഇവിടെ നായ്ക്കൾക്ക് കൊടുക്കും. നായയുടെ സ്ഥാനത്താണ് ഇവരെ കാണുന്ന രീതിയിലായി ആ സംഭാഷണ രീതി. പക്ഷെ അത് ഇവളുടെ വിശ്വാസം എത്ര സ്ട്രോങ് ആണെന്ന് പരീക്ഷിക്കാനായിട്ടാണ് ഈശോ അത്രയും കടുത്ത വാക്കുകൾ ഉപയോഗിച്ചത്. പക്ഷെ ഇവള് അതിൽ മിടുകയാണ്. സീറോഫിനേഷ്യൻ സ്ത്രീ പറഞ്ഞു, കാര്യം അതൊക്കെ ശരിയാണ്, ഇസ്രായേൽ മക്കൾക്കായിരിക്കും അനുഗ്രഹങ്ങൾ കൊടുക്കേണ്ടത്, അതായിരിക്കും മക്കള്. ഞങ്ങള് നായ്ക്കളുടെ സ്ഥാനത്താണ് ആയിരിക്കാം, എങ്കിലും മക്കള് കഴിച്ച് അവിടുന്ന് താഴത്തേക്ക് മേശപ്പുറത്ത് താഴെ വീഴുന്ന ചെറിയ ചെറിയ എച്ചില് കഷ്ണങ്ങളൊക്കെ തിന്ന് നായ്ക്കളും ജീവിക്കുന്നുണ്ടല്ലോ. ഇത് കേട്ടപ്പോൾ ഈശോ പറഞ്ഞു, യുവർ ഫെയ്ത്ത് ഈസ് സ്ട്രോങ്. നിന്റെ വിശ്വാസം ശക്തമാണ്. സീറോഫിനേഷ്യയുടെ മകൾക്ക് ഉടനെ രോഗശാന്തി നൽകി. കേൾവി ശക്തിയില്ലാത്ത ഒരാള്, സംസാരശേഷി ഇല്ലാത്ത ഒരാള്, കേൾവി ശക്തിയുമില്ല, സംസാരശേഷിയുമില്ല, പക്ഷെ കാണാൻ പറ്റും. നേരത്തെ കേൾവി ശക്തിയുള്ള, സംസാരശേഷിയുള്ള, കാണാൻ പറ്റാത്ത ഒരാൾക്ക് കാഴ്ച കൊടുത്തു. ഇവിടെ കാഴ്ചയുണ്ട്, പക്ഷെ കേൾവി ശക്തിയില്ല, സംസാരശേഷിയില്ല. ഈശോ അടുക്കൽ എത്തിയ രോഗിയെ കൊണ്ടുവന്ന ആളുകൾ ഉടനെ ഈശോ എന്ത് ചെയ്യുന്നറിയാവോ? അവൻ്റെ ചെവിയിൽ വിരലുകളിട്ടു. തൻ്റെ വിരൽ കൊണ്ട് അവൻ്റെ ചെവിയിൽ സ്പർശിച്ചപ്പോൾ പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റി തുടങ്ങി. കേൾവി ശക്തി ലഭിച്ചു. തൊട്ടപ്പോൾ കേൾവി ശക്തി. പിന്നെ തുപ്പൽ കൊണ്ട് നാവിൽ സ്പർശിച്ചപ്പോൾ സംസാരശേഷി വീണ്ടും കിട്ടി. ഈശോയുടെ
സ്പർശനത്താൽ ഇതാ രോഗശാന്തി നേടുന്നു. ഈ രോഗശാന്തികളൊക്കെ യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സുവിശേഷങ്ങളിൽ വിരചിതമായിട്ടുള്ളത്. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ യേശുവിനെ കൂടുതൽ കൂടുതൽ അറിയാനായിട്ട് അവസരമുണ്ടാകണം. നമ്മുടെ പ്രതിസന്ധികൾ നമ്മൾ സഹായിക്കാൻ ശക്തനായവൻ ഒരുവനുണ്ടെന്നുള്ള ഉറച്ച ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും കടന്നു വരണം. നമ്മുടെ ചെവിക്ക് വല്ല പ്രയാസം വരുമ്പോൾ, കേൾവിക്ക് വല്ല പ്രയാസം വരുമ്പോൾ, അയ്യോ എനിക്ക് കേൾക്കാൻ പറ്റുന്ന പ്രശ്നമായി എന്ന് പറഞ്ഞ് നിരാശപ്പെടാനല്ല വേണ്ടേ. വിരൽ കൊണ്ട് തൊട്ടാൽ സുഖപ്പെടുന്നവൻ എൻ്റെ കൂടെയുണ്ട്. അവൻ്റെ തുപ്പൽ സ്പർശിച്ചപ്പോൾ സ്ഫുടമായിട്ട് സംസാരിച്ചെന്ന് പറയുന്നത്. ഓർഡിനറി ടോക്കല്ല, സ്ഫുടമായിട്ട് സംസാരിക്കുന്ന വ്യക്തി, ശക്തനായവൻ, രോഗശാന്തി നൽകുന്നവൻ, അവനോടൊപ്പം വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈശോ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ജനങ്ങൾ വലിയ ഒരു കൂട്ടം ഈശോയോടൊപ്പം ആയിരിക്കുന്നു. കുറേ മണിക്കൂറുകളായി പട്ടിണി കിടക്കാണ്. ഈശോ പറയണം ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. ശിഷ്യന്മാർ ചോദിച്ചാൽ എവിടെ നിന്ന് കൊടുക്കണം ഈ വിജന പ്രദേശത്ത് ഇവർക്ക് ഭക്ഷിക്കാനായിട്ട്? നിങ്ങളിൽ എന്തുണ്ട് ഈശോ ചോദിക്കുന്നു. 7 അപ്പമുണ്ട്, കുറച്ച് മീനുണ്ട്. സാരല്ല, നിങ്ങൾ അവർക്ക് ഭക്ഷണത്തിനിരുത്ത്. ഈശോ 7 അപ്പം ആശീർവദിച്ചു കൊടുത്തു, വിളമ്പാൻ കൊടുത്തു. 4000 പേരോളുണ്ടായിരുന്നു പറഞ്ഞ അവിടെ. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. 7 കുട്ട നിറയെ ബാക്കി വന്നെന്ന് പറയുന്നു. നോക്ക്, അപ്പത്തിൻ്റെ രൂപത്തിൽ തൻ്റെ ശരീരം മുറിച്ച് പങ്കിടുന്ന ഈശോ ലോകത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആളുകൾക്കും സമൃദ്ധമായിട്ട് തൻ്റെ ശരീരം അപ്പത്തിൻ്റെ രൂപത്തിൽ പങ്കിട്ട് കൊടുക്കുന്ന ഈശോ, അതിന് മുന്നോടിയായിട്ട് ഇതാ കുറച്ച് പേർക്ക് വെറും അപ്പം ആശീർവദിച്ച് വർദ്ധിപ്പിച്ച് കൊടുക്കുന്ന അത്ഭുതമാണ് നമ്മൾ കാണുക. നമ്മുടെ കുർബാന എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ ശരീരം അപ്പത്തിൻ്റെ രൂപത്തിൽ മുറിച്ച് പങ്കിട്ട് തരല്ലേ. അത് 2000 വർഷത്തോളമായി. ഇനി എത്ര കാലം ഈ ലോകമുണ്ടോ അത്രയും കാലമുള്ള ജീവിച്ച് മരിക്കുന്ന എല്ലാ ആളുകൾക്കും ഭക്ഷിക്കാൻ കൊടുക്കുന്ന തൻ്റെ ശരീരം അപ്പത്തിൻ്റെ രൂപത്തിൽ. ആ വലിയ അത്ഭുതമല്ലേ അത്. കുർബാന എന്ന് പറഞ്ഞാൽ അതിലും വലിയ അത്ഭുതം ലോകത്ത് നടക്കാനില്ല. നമ്മൾ നോക്കുമ്പോൾ അപ്പം, പക്ഷെ എന്താ? കർത്താവിൻ്റെ ശരീരമാണത്. ആ വലിയ അത്ഭുതത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചെറിയ അത്ഭുതമാണ് വീണ്ടും അപ്പം വർദ്ധിപ്പിക്കുന്ന ഈ അത്ഭുതം. ഒരു കുരുടനെ ഈശോയുടെ അരികിലേക്ക് അവർ കൊണ്ടുവരുന്നു. കുരുടനെ കൊണ്ട് ഈശോ പുറത്തുപോയി അവൻ്റെ കണ്ണുകളിലേക്ക് തുപ്പി. ആ തുപ്പൽ കണ്ണുകളിൽ വീണപ്പോൾ അവന് കുറച്ച് കാഴ്ച കിട്ടി. ഈശോ അവനോട് ചോദിക്കുന്നു, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അവൻ പറയാണ്, കാണാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആളുകളെയൊക്കെ കാണുമ്പോൾ മരങ്ങളെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. വീണ്ടും ഈശോ അവൻ്റെ കണ്ണുകളിൽ കൈവച്ചുകൊണ്ട് അനുഗ്രഹിച്ചു. ഉടനെ അവന് പൂർണ്ണമായി കാഴ്ച കിട്ടി. എല്ലാം വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഡബിൾ വിഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മുടെ ആളുകൾക്ക് പൂർണ്ണമായിട്ടും കാഴ്ച കിട്ടണമെങ്കിൽ ഈശോ കൈകൊണ്ട് തൊടണം, അല്ലെങ്കിൽ പകുതി വിഷനെ കിട്ടത്തുള്ളൂ. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല. നമ്മൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കും, നോക്കിയാൽ മരങ്ങളെ പോലെ ഇരിക്കുന്നു, പക്ഷെ ശരിക്കുള്ള മനുഷ്യരവര്. അത് ആ കാഴ്ചശക്തിയിലെ കുറവാണ്. യേശുവിൻ്റെ കരങ്ങൾ തൊട്ടപ്പോഴാണ് അവന് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത്. പിന്നെ ഈ തിരുവചനഭാഗം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ചിന്തയുണ്ട്. നമ്മൾ മനുഷ്യരെ കാണുമ്പോൾ മരങ്ങളെപ്പോലെ കാണരുത്. യേശുവിൻ്റെ കരസ്പർശമേറ്റ് കൃത്യമായിട്ട് മനുഷ്യരായിരിക്കുന്ന രീതിയിൽ മനുഷ്യരെ കാണാൻ നമുക്ക് സാധിക്കണം. അതിന് കർത്താവിൻ്റെ കൈ നമ്മുടെ കണ്ണിൽ വരണം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. മനുഷ്യരെ മരങ്ങളെപ്പോലെ കാണരുത്, മനുഷ്യരെ പോലെ കാണണം. മനുഷ്യരെ പോലെ കാണണമെങ്കിൽ കർത്താവിൻ്റെ കൈ എൻ്റെ കണ്ണിൽ വന്ന് തൊടണം. എൻ്റെയും നിങ്ങളുടെയും കണ്ണിൽ കർത്താവിൻ്റെ കൈ വന്ന് തൊടാനും മനുഷ്യരെ പോലെ കാണാനും നമുക്ക് ദൈവം ഇടവരുത്തട്ടെ. നമ്മൾ വീക്കായിരിക്കുമ്പോൾ, ബലഹീനമായിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരാൾക്ക് നമ്മളെ അടിച്ചാൽ വീഴ്ത്താൻ പറ്റും. നമുക്ക് എന്തെങ്കിലും തകർച്ചകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ
ആരെങ്കിലും പറയാണ് ഇന്ന് ഇതുകൊണ്ടാട്ടോ, ദൈവത്തിൻ്റെ ശിക്ഷയാണ് കേട്ടോ, പെട്ടെന്ന് നമ്മൾ അയ്യോ അത് അങ്ങനെയാണോ, ആയിരിക്കുമോ, വേഗം വീണു പോവാ ചിന്തയിൽ. നമ്മുടെ ബലഹീനതകൾ അങ്ങനെ ചൂഷണം ചെയ്യാൻ പാടില്ലെന്നുകൊണ്ടാണ് കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. ഈ തിരുവചന ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കണം. രോഗങ്ങളും തകർച്ചകളൊക്കെ വരുന്നത് ഒരിക്കലും പാപത്തിൻ്റെ ശിക്ഷയല്ല. ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം, രക്ഷിക്കുന്ന ദൈവമാണ്, സ്നേഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക, നീ അന്ധനായി ജനിച്ചത് നിന്റെയോ നിന്റെ മാതാപിതാക്കളുടെയോ പാപം മൂലമല്ല, ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ പ്രകടമാകാൻ വേണ്ടിയിട്ടാണ്. രോഗങ്ങൾ വരുന്നത്, ദുഃഖങ്ങൾ വരുന്നത്, ദുരിതങ്ങൾ വരുന്നത്, തകർച്ചകൾ വരുന്നത് ദൈവാനുഗ്രഹമായിട്ട് കാണാൻ സാധിക്കണം. ഇവിടെ അന്ധന് സൗഖ്യം കൊടുത്തുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായ യേശു നിലത്ത് തുപ്പിക്കൊണ്ട് ആ തുപ്പൽ കൊണ്ട് ചെളി ഉണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പുരട്ടി സിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞ് കഴുകി അവൻ കാഴ്ചയുള്ളവനായി. സിലോഹ എന്ന് നിങ്ങൾക്കറിയാം, അയക്കപ്പെട്ടവനെന്നാണ് അർത്ഥം. അയക്കപ്പെട്ട യേശുവിൻ്റെ അനുഗ്രഹം പ്രാപിച്ച് സൗഖ്യമുള്ളവനായി മാറിയ ആ കുരുടൻ നമ്മുടെ മുമ്പിൽ വലിയ ഒരു ക്ലാസ് എടുക്കുന്ന വ്യക്തിയാണ്. ആ ക്ലാസ് ഇതാണ്: ദൈവത്തിൻ്റെ മഹത്വം ഇതാ എന്നിൽ പ്രകടമായിരിക്കുന്നു, ലോകത്തിൻ്റെ പ്രകാശമായ ഈശോ എനിക്കിതാ പ്രകാശം കാണാനുള്ള കഴിവ് തന്നിരിക്കുന്നു, യേശുവിനെ തിരിച്ചറിയാനുള്ള കഴിവ് തന്നിരിക്കുന്നു. ഇതാ പിശാച് ബാധിച്ച ഒരു ബാലനെ ഈശോയുടെ അരികിലേക്ക് കൊണ്ടുവരുന്നു. അവർ പറയാണ്, നിന്റെ ശിഷ്യന്മാരുടെ അരികിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി, പക്ഷെ അവർക്ക് സുഖപ്പെടുത്താൻ സാധിച്ചില്ല. ഈശോയെ സുഖപ്പെടുത്തണേ. ഈശോ ഉടനെ തന്നെ ആ പിശാചു ബാധിച്ച ബാലനെ, പിശാചിനെ പുറത്താക്കിക്കൊണ്ട് സുഖപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നു. സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുന്നെന്നാണ് തിരുവചനം പറയുക. അതിനിടയ്ക്ക് ഈശോ ശിഷ്യന്മാരോട് കാര്യം പറയുന്നത് ശ്രദ്ധിക്കുന്നത് നല്ലതാ. വിശ്വാസമില്ലാത്ത വഴി പിഴച്ച തലമുറയെ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. വെർ ഇസ് യുവർ ഫെയ്ത്ത്? അത്ഭുതം നടക്കാത്തതിന്റെ കാരണം എന്താണെന്നറിയാവോ? വിശ്വാസത്തിൽ നിങ്ങൾക്ക് വന്ന കോട്ടമാണ്. അതുകൊണ്ടാണ് പറയുന്നേ, വിശ്വാസമില്ലാത്ത വഴി പിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കണ്ടോ ഈശോയുടെ ചോദ്യം നോക്കിയാൽ. അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫെയ്ത്ത് ഉണ്ടെങ്കിലാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കുക യേശുവിൻ്റെ നാമത്തിൽ. സ്വീകരിക്കുന്ന ആൾക്കും ഉറച്ച വിശ്വാസം ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ സാധിക്കുക. എവറിത്തിങ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ഫെയ്ത്ത്. അതുകൊണ്ടാണ് വിശ്വാസം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് നമ്മളൊക്കെ ഈ പുതിയ കാലഘട്ടത്തിലാണെങ്കിലും ഇപ്പം എല്ലാം വിശ്വാസത്തിനെതിരായിട്ടുള്ള ഒത്തിരിയേറെ മാധ്യമ പ്രവർത്തനം നടക്കുന്ന ഈ കാലഘട്ടത്തിലാണെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈശോ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്, ഫെയ്ത്ത് ഈസ് ദ ബേസിസ് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം വിശ്വാസമാണ്. ആ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഏത് പിശാചും പമ്പ കടക്കും. ചോദിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കുകയും ചെയ്യും. നികുതി കൊടുക്കുന്നതിനെ കുറിച്ച് തർക്കമുണ്ടായപ്പോൾ ഈശോ പറഞ്ഞു, പത്രോസ്ലിഹായോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ട് നീ പോയി ചൂണ്ടയിടുമ്പോൾ നിനക്ക് ഒരു മത്സ്യം കിട്ടും. ആദ്യം കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായി തുറക്കുമ്പോൾ നിനക്ക് ഇതിന് നാണയം കിട്ടും. അതുകൊണ്ട് കൊടുക്ക് എനിക്ക് നിനക്കും വേണ്ടി നികുതിക്കായിട്ട്. എനിക്ക് തോന്നുന്നു കർത്താവിൻ്റെ ഈ വലിയ അത്ഭുതം, അതായത് നീ ചെന്ന് ചൂണ്ടയിടുമ്പോൾ നിനക്ക് കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ നാണയം ഉണ്ടാകും, ആ നാണയം എടുത്ത് നികുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ ഇതെല്ലാം ക്രമീകരിക്കുന്ന വലിയ അത്ഭുതം നമ്മോട് വിളിച്ചു പറയുന്നത്, നമ്മൾ നിയമങ്ങൾക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഗവൺമെൻറ് നിയമങ്ങളാണെങ്കിലും ഇടർച്ച ഉണ്ടാക്കരുത്. ദൈവപുത്രനായ അവിടത്തേക്ക് ഒരിക്കലും നികുതി കൊടുക്കേണ്ട കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിൽ
ഒരു വ്യക്തിക്ക്, ഒരു അധികാരിക്ക് നികുതി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ എങ്കിലും നീ കൊടുത്തോ. അത് ടു അവോയ്ഡ് സ്കാൻഡൽ, ഇടർച്ച ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നികുതി കൊടുക്കാൻ പറയുന്നത്. അത് തന്നെ ചൂണ്ടയിട്ട് മത്സ്യം പിടിക്കുക, വായ തുറക്കുമ്പോൾ വായിൽ നാണയം. അതൊരു അത്ഭുതമല്ലേ? ഈശോ പ്രവർത്തിച്ച ഈ അത്ഭുതം ഒരിക്കലും ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഭരണാധികാരികളോടാണെങ്കിൽ പോലും നമ്മൾ നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് പോകണം. ഒരിക്കലും മറ്റുള്ളവർക്ക് ഇടർച്ച കൊടുക്കരുതെന്നുള്ള വലിയൊരു ചിന്ത കൂടി ഈ അത്ഭുതം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈശോ തൻ്റെ ദൈവിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഊമനായൊരു വ്യക്തിയിൽ നിന്നും പിശാചിനെ ആട്ടിപ്പായിക്കുന്നു. ആ ഊമൻ സംസാരിക്കാൻ തുടങ്ങുന്നു. വലിയ അത്ഭുതം. പക്ഷെ അവിടെ കുറെ പേര് ഈശോയെ എതിർത്തുകൊണ്ട് പറയാണ്, ഇവൻ പിശാചുക്കളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് ഈ പിശാചിനൊക്കെ ബഹിഷ്കരിക്കുന്നത്. വീണ്ടും നോക്ക്, നന്മയിൽ നന്മ കാണാതെ നന്മയിൽ തിന്മ കാണുന്ന ഒരു സമൂഹം. നമ്മൾ ആ വിമർശകരുടെ കൂട്ടത്തിൽ കൂടരുതെന്ന് പിതാവ് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. മറ്റുള്ളവർ നന്മ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകണം. അതിൽ തിന്മ കണ്ടെത്തി വിമർശിക്കാനല്ല നമ്മൾ മുന്നിട്ട് വരേണ്ടത്. ഇതാ സംസാരശേഷിയില്ലാത്ത കഷ്ടപ്പെട്ടിരുന്ന ഒരാൾക്ക് സംസാരിക്കാൻ ഈശോ അവസരം കൊടുത്തു, അത്ഭുതം വഴിയായിട്ട്. അതിന് സന്തോഷിക്കുക ചെയ്യേണ്ടത് നമ്മൾ, അല്ലാതെ അതിന് വിമർശിക്കുകയല്ല. അതവൻ പിശാചുകളുടെ തലവനെ കൊണ്ടാണ്, ബേൽസെബൂലിനെ കൊണ്ടാണ് ഇതൊക്കെ നടത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയല്ല. സീ ഗുഡ് ഇൻ എവറിഥിങ്. 18 വർഷമായിട്ട് കൂന് രോഗം ബാധിച്ച് പ്രയാസത്തിലിരുന്ന ഒരു സ്ത്രീയെ ഈശോ അവളെ തൊട്ടപ്പോൾ അവളുടെ കൂന് മാറി, അവള് നിവർന്നു നിന്നു. ഈ കൂനുള്ള സ്ത്രീക്ക് സൗഖ്യം കൊടുത്തപ്പോൾ അവിടെയുള്ള ആളുകൾ കുറെ പേര് ഈശോയെ വിമർശിക്കാൻ തുടങ്ങി. രോഗശാന്തിക്കായിട്ട് വരുന്ന ആളുകളെയും വിമർശിക്കാൻ തുടങ്ങി. ആഴ്ചയിൽ 6 ദിവസം ഉണ്ടല്ലോ വേറെ, ഈ സാപത്തിൽ തന്നെ വന്ന് രോഗശാന്തി നേടേണ്ട കാര്യമുണ്ടോ? ബാക്കിയുള്ള ദിവസങ്ങൾ വന്നാൽ പോരെ? എന്തിനാ ഇന്ന് തന്നെ ഈ സാപത്തിൽ തന്നെ രോഗശാന്തി കൊടുക്കുന്നത്? കണ്ടോ? ഒരു നന്മ ചെയ്യുമ്പോൾ വീണ്ടും ഇതാ നെഗറ്റീവ് ക്രിറ്റിസിസം നടത്തുന്ന മനോഭാവത്തെ നമ്മളോട് നോക്കിക്കാണുകയാണ് സുവിശേഷത്തെ ആളുകളിൽ. നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട് ഇങ്ങനെ ആളുകൾ. പള്ളികളിൽ കാണാം, ഇടവക യോഗങ്ങളിൽ കാണാം, മറ്റ് സമൂഹങ്ങളിലുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ കാണാം. എന്തിനേയും വിമർശിക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നതിന് 1-2 ലക്ഷ്യങ്ങളുണ്ട്. ചിലർ വെറുതെ ഷൈൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഒരു മീറ്റിങ്ങിലാണെങ്കിൽ വികാരിച്ചം പറയുന്നതിനൊക്കെ അടിച്ച് എതിർത്ത് പറയുക. അപ്പം എല്ലാവരുടെയും മുമ്പിൽ ഞാൻ വലിയ ആളായി എന്നുള്ള ചിന്ത, ഈഗോ കോംപ്ലക്സ്, ഞാൻ വലിയവൻ, ഈ അച്ഛനൊക്കെ ആര്. ക്രിയേറ്റീവ് ക്രിറ്റിസിസം നല്ലതാ. അതായത് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി വിമർശനം ചെയ്യാം. അത് നല്ലതാ, അത് പോസിറ്റീവാണ്. പക്ഷെ ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഈശോ മറിച്ച് ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു കാള കിണറ്റിൽ പോയാൽ എടുത്തു മാറ്റാൻ നിങ്ങൾക്ക് നിയമമുണ്ട്. 18 വർഷമായിട്ട് ഈ ബന്ധനാവസ്ഥയിൽ കിടക്കുന്ന ഈ സ്ത്രീക്ക് സാപത്തിൽ സൗഖ്യം കൊടുത്തതിൽ എന്താ തെറ്റ്? ആ ഒരു ചിന്ത നമുക്കില്ല. എന്തിനേയും ഏതിനേയും വിമർശിക്കുക, ആ ഒരു തെറ്റായ ശൈലി ക്രൈസ്തവർക്ക് അനുയോജ്യമല്ല. ഇത് യേശുവിൻ്റെ മനോഭാവമല്ല. ഈശോ ഇതാ ഒരു ഫരിസായ പ്രമാണിയുടെ വീട്ടിൽ ഭക്ഷണത്തിനായിട്ട് പോകുന്നു. അവിടെ ഒരു മഹോദര രോഗി ഇരിക്കുന്നുണ്ടായിരുന്നു. ഈശോ അവിടെയുള്ള നീപജ്ഞരോടും ഫരിസായരോടും ചോദിക്കുകയാണ്, സാപത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ? അവരൊന്നും മിണ്ടുന്നില്ല. അവരുടെ മനസ്സറിയുന്ന ഈശോ മറുപടി കിട്ടാൻ കാത്തു നിൽക്കുന്നുമില്ല. മഹോദര രോഗിയെ സുഖപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ, യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളിൽ പലയിടങ്ങളിലും സാപത്ത് നിയമം ലംഘിച്ചുകൊണ്ട്
ഈശോ സൗഖ്യം കൊടുക്കുന്നതായിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാനായിലെ കല്യാണ വിരുന്നിൽ യഹൂദന്മാരുടെ നിയമാനുഷ്ഠാനത്തിനായുള്ള 6 കൽഭരണികളിലെ ആ പച്ചവെള്ളം, അതാണ് പരസ്നേഹത്തിന് മുന്തിരിച്ചാറാക്കി മാറ്റിയത്. നിയമത്തെ മാറ്റി അവിടെ സ്നേഹം പ്രതിഷ്ഠിക്കുകയാണ്. ലോ ഈസ് റീപ്ലേസ്ഡ് ബൈ ലവ്. ഈ അത്ഭുതങ്ങളിൽ ഉടനീളം നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ ഈശോയുടെ മനോഭാവം വളരെ വ്യക്തമാണ്. നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ചിന്ത, അതായത് നിയമത്തെ അള്ളിപ്പിടിക്കുക, സ്നേഹമൊന്നും പ്രശ്നമില്ല, അതാണ് ഫരിസേയരുടെയും നിയമജ്ഞരുടെയും മനോഭാവം. അതിനെ മാറ്റിമറിക്കാനായിട്ടാണ് ഈശോ ഓരോ അത്ഭുതങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 10 കുഷ്ഠരോഗികൾക്ക് ഈശോ സൗഖ്യം കൊടുക്കുന്നുണ്ട്. അവർ പോകും വഴി സുഖം പ്രാപിച്ചു യേശുവിൽ നിന്നും. ഒരു കുഷ്ഠരോഗി മാത്രമാണ് തിരിച്ചു വന്ന് ഈശോയോട് നന്ദി പറഞ്ഞത്. ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ 10 പേരല്ലേ സുഖപ്പെട്ടത്, ബാക്കി 9 പേര് എവിടെ പോയി? 1:10, 10-ൽ 1. ഒരാളാണ് തിരിച്ചു നന്ദി പറഞ്ഞുള്ളൂ. ഇത് നമ്മോടുള്ളൊരു ചോദ്യം കൂടിയാണ്. നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഞാൻ തരുന്നുണ്ട്, ഓരോ നിമിഷവും നിങ്ങൾ കാത്തു പരിപാലിക്കുന്നു, നേരം വെളുത്ത് അന്ത്യാവോളം നിങ്ങളെ സംരക്ഷിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ എത്ര പേര് എന്നോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്? തന്നെയല്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്ന നല്ലതാ. ആ വന്ന ആളുണ്ടല്ലോ, അതൊരു സമറിയാക്കാരനായിരുന്നു. എന്നിട്ട് ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ വിജാതീയനല്ലാതെ വേറെ ആർക്കും വന്ന് നന്ദി പറയാൻ തോന്നിയില്ലേ? ഒരു വിജാതീയൻ, അവൻ മാത്രമാണ് ഈ ഒരു ചിന്ത വന്നുള്ളൂ. തനിക്ക് വലിയ അനുഗ്രഹം നൽകിയ ഈശോയോട് നന്ദി പറയണമെന്നുള്ള ഒരു ചിന്ത. 10 കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയ ഈശോ ഈ വലിയ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് നമ്മെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നന്ദിയുള്ളവരാകണം, ദൈവത്തോട് നന്ദിയുള്ളവരാകണം, നിങ്ങൾ പരസ്പരവും നന്ദിയുള്ളവരാകണം. ഈശോ ഇതാ ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് കല്ലറയിലേക്ക് ചെല്ലുന്നു. കല്ല് എടുത്ത് മാറ്റാൻ പറയുന്നു. അപ്പം മർത്ത പറയുന്നു, വേണ്ട വേണ്ട, 4-ാം ദിവസമായി, ദുർഗന്ധം വരും. ഈശോ പറയണ, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുമെന്ന് നിനക്ക് അറിയത്തില്ലേ? കല്ലെടുത്ത് മാറ്റി ഈശോ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. ലാസർ എഴുന്നേറ്റ് പുറത്തു വന്നു. കെട്ടുകളിൽ നാടകൾ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. ഈശോ പറയുന്നു, കെട്ടുകൾ അഴിച്ചു വിടുവിൻ, അവൻ പോകട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്, ഈശോയുടെ ഉയർപ്പിന് മുമ്പായിട്ട് 3-ാം നാൾ ഉത്ഥാനം ചെയ്യുന്ന ഈശോ തൻ്റെ ഉത്ഥാന രഹസ്യം ഉൾക്കൊള്ളാനായിട്ട് ശിഷ്യന്മാരുടെ മനസ്സിന് ഒരുക്കുകയാണ് 3 ഉയർപ്പ് രംഗങ്ങൾ വഴിയായിട്ട്. 1, വീട്ടിൽ ബാലികയെ ഉയർപ്പിച്ചു. 2, റോട്ടിൽ യുവാവിനെ ഉയർപ്പിച്ചു. 3, കല്ലറയിൽ ലാസറിനെ ഉയർപ്പിച്ചു. എന്നിട്ട് ഈശോ 3-ാം നാൾ ഉത്ഥാനം ചെയ്തു. അപ്പം മനസ്സിങ്ങനെ ഒരുക്കാണ് ശിഷ്യന്മാരുടെ. അതിൽ അവസാനത്തെ സ്റ്റേജാണ് ലാസറിനെ ഉയർപ്പിക്കുന്ന സ്റ്റേജ്. അന്ധനായ യാചകൻ അവിടെ വഴിയോരത്തിരുന്ന് ഭിക്ഷ യാചിക്കുകയാണ്. ആൾക്കൂട്ടം പോകുന്ന ശബ്ദം കേട്ടു. അവന് കാഴ്ചയില്ലെങ്കിലും അവൻ്റെ ചെവി അലർട്ടാണ്. അവനിങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ ജനക്കൂട്ടം പോകുന്നപ്പോൾ അവൻ അന്വേഷിച്ചു. കണ്ടോ, അവൻ അന്വേഷിച്ചു, എന്താ അവിടെ ആൾക്കൂട്ടം പോകുന്നത്? അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് ഈശോ വഴിക്ക് പോകുന്നുണ്ട്. ഉടനെ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോയുടെ കൂട്ടത്തിലുള്ളവർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കടാ, ശബ്ദം ഉണ്ടാക്കല്ലേ. അവൻ ശബ്ദം ഉണ്ടാക്കാതിരുന്നോ? ഇല്ല, അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. അതാണ് വിശ്വാസം. എൻ്റെ ഈശോ എന്നെ കൈവിടില്ല, ഇവരൊക്കെ തടഞ്ഞാലും. ആ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ടാണ് അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ. ഈശോ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് ഞാൻ എന്ത് ചെയ്യണം നീ ആഗ്രഹിക്കുന്നു? എനിക്ക് കാഴ്ച കിട്ടണം. ഈശോ അവന് സുഖപ്പെടുത്തി, അവന് കാഴ്ച ലഭിച്ചു. തിരുവചനം പറയുന്നു, അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ പോയി, യേശുവിൻ്റെ പിന്നാലെ പോയി. കാഴ്ച കിട്ടിയപ്പോൾ 2 കാര്യം ചെയ്തത്, ദൈവത്തെ സ്തുതിച്ചു, യേശുവിൻ്റെ പിന്നാലെ പോയി.
അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മളൊക്കെ ചെയ്യേണ്ട രണ്ട് കാര്യമാണ്. ഒന്ന്, ദൈവത്തെ സ്തുതിക്കണം. രണ്ട്, യേശുവിൻ്റെ പിന്നാലെ പോകണം. വേറെ ആരും പിന്നാലെ പോകരുത്. അത്തിമരത്തിൻ്റെ അടുത്ത് ഈശോ ചെന്നു. ശിഷ്യന്മാരും നിറച്ച് തൂപ്പ് മാത്രമേ ഉള്ളൂ, ഫലമില്ല, കായകളില്ല. ഉടനെ ഈശോ ആ അത്തിമരത്തെ ശപിക്കുന്നു. പിറ്റേ ദിവസം അതിരാവിലെ അത്തിമരത്തിൻ്റെ അതിൽ പോകുമ്പോൾ ശിഷ്യന്മാർ നോക്കിയപ്പോൾ അത് മുഴുവൻ കരിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ശിഷ്യന്മാർ, ദേ ഇന്നലെ നീ ശപിച്ച അത്തിവൃക്ഷം എല്ലാം കരിഞ്ഞു പോയില്ലോ. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, വിശ്വാസത്തോടുകൂടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ കാര്യം ഉടനെ നടക്കും. ഈ ദൈവത്തിൽ വിശ്വസിക്കുക. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ ശങ്കിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും. കണ്ടോ, ഈശോ ശപിച്ചു, ഉടനെ തന്നെ ആ വൃക്ഷം കരിഞ്ഞു പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ അത്ഭുതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് തുടർ ചിന്തകൾ നല്ലതാ. നമ്മളൊക്കെ ഫലം ചൂടാത്ത അത്തിവൃക്ഷത്തെ പോലെ ആകരുത് യേശുവിൻ്റെ ശാപം ഏറ്റുവാങ്ങാനായിട്ട്. നമ്മൾ ഫലമുള്ളവരാകണം, ഒരു ചിന്ത. രണ്ടാമത്തെ ചിന്ത, ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകണം. അതാണ്, അത് ഉറപ്പിക്കാൻ കൂടി ഈശോ ചെയ്തിരിക്കുന്ന കാര്യമാണിത്. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞില്ലേ, ഇതേ കരിഞ്ഞു നിൽക്കണമെന്ന് പറയുമ്പോൾ ഈശോ ഉടനെ തന്നെ പറയുന്നത് കരിഞ്ഞ കാര്യമല്ല പറയുന്നത്, വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചാൽ മല പോലും മാറിപ്പോകുമെന്ന്. ഈശോയുടെ ശിഷ്യന്മാരിൽ ഒരാൾ ആവേശം മൂത്ത് പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി വെട്ടി, മുറിവുണ്ടായി, ചെവി ഛേദിച്ചു. ഉടനെ ഈശോ പറഞ്ഞു, നിർത്ത്. ഈശോ ചെവി തൊട്ടു, ആ ചെവി സുഖപ്പെട്ട് പഴയതുപോലെയായി. അക്രമ രീതി നമുക്ക് പറഞ്ഞിട്ടില്ല, ഈശോ അവരെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അക്രമ രീതി നമുക്ക് പറഞ്ഞിട്ടില്ല. ശത്രുത നമുക്ക് വേണ്ട. നമ്മളോട് ശത്രുതയിൽ പെരുമാറിയാൽ നമ്മൾ അങ്ങോട്ട് ശത്രുതയിൽ പെരുമാറരുത്. വലിയൊരു സത്യം പഠിപ്പിച്ചുകൊണ്ടാണ്, ശത്രുക്കളെ സ്നേഹിക്കുക എന്നുള്ള വലിയൊരു സത്യം പഠിപ്പിച്ചുകൊണ്ടാണ് ഈശോ ഈ ഒരു അത്ഭുതം പ്രവർത്തിക്കുക. പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ ചെവി തൊട്ട് സുഖപ്പെടുത്തുന്നത്. ഈ ഒരു വലിയ അത്ഭുതം നമ്മയും വലിയൊരു പാഠം പഠിപ്പിക്കണം. ഒരിക്കലും ആരോടും പകപോക്കരുത്. പകപോക്കുന്ന പ്രവർത്തന ശൈലി ക്രൈസ്തവന് പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനിക്ക് പറഞ്ഞിട്ടില്ല. ക്ഷമിക്കുന്ന പ്രവർത്തന ശൈലിയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നീ ആരെയും ആക്രമിക്കാൻ പോകരുതെന്ന് ഈശോ വ്യക്തമാക്കി തരാണ് നമ്മളോട് ഈ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട്. രാത്രി മുഴുവന് കഠിനാധ്വാനം ചെയ്ത് മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്കൊന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ ഉത്തിതനായ ഈശോ ഇതാ തിബേരിയസ് കടൽ തീരത്ത് വന്ന് നിൽക്കുന്നു. അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ വല്ല മീനുണ്ടോ? ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വള്ളത്തിൻ്റെ വലത്തുഭാഗത്ത് വലയിറക്കാൻ പറഞ്ഞു. അവർ പോയി വചനമനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ധാരാളം മത്സ്യങ്ങൾ കിട്ടി. അവർ വന്നപ്പോൾ ഈശോ ഇതാ അവർക്ക് കഴിക്കാനുള്ള പ്രാതലൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്നു. ഉത്തിതനായ യേശുവിൻ്റെ വചനത്തിനനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ ഇതാ അത്ഭുതമായ മീൻപിടുത്തം സംഭവിക്കുകയാണ്. ഉത്തിതനായ ഈശോ ഇതാ അവർക്ക് അപ്പം തയ്യാറാക്കി കൊടുക്കുന്നു. അവർ പിടിച്ച മത്സ്യങ്ങൾ കുറച്ച് കൊണ്ടുവരാൻ പറഞ്ഞ് അതും തയ്യാറാക്കി കൊടുക്കുന്നു. ഒരു പാചകക്കാരൻ്റെ റോളിലേക്ക് ഈശോ മാറുന്ന ഒരു രീതിയാണ് തിബേരിയസ് കടൽ തീരത്ത് ഞാൻ നോക്കിക്കാണുക. ഉത്തിതനായ ഈശോ ഇതാ ഭക്ഷണം വിളമ്പുന്ന, ഭക്ഷണം പാകം ചെയ്തു കൊടുക്കുന്ന ഒരാളുടെ റോളിലേക്ക് മാറുന്നു. അതുതന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. കുർബാനകളിൽ ഭക്ഷണം കൊടുക്കാൻ, പക്ഷെ ഇവിടെ ഭക്ഷണം തന്നെയാണ് ഭക്ഷണമായി കൊടുക്കുന്നത്. അവിടെ ഭക്ഷണം ഒരുക്കി കൊടുത്ത് ഇവിടെ തന്നെ ഭക്ഷണമായി കൊടുക്കുകയാണ് കുർബാനകളിൽ.